എനിക്ക് സത്യം വിളിക്കാൻ പോകാൻ. അമ്മ പോന്നെങ്കിൽ പൊയ്ക്കോ, ഇത് ഞാൻ കഴിയ വെച്ചോളാം. അത് വേണ്ട, വിഷ്ണു വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓ, അല്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കി പോയി എന്നും പറഞ്ഞ് അവൻ എന്നോട് പരിഭവം കാണിക്കും. പിന്നെ എത്ര നാൾ വേണേലും താമസിച്ചോളും പറഞ്ഞു. പുതിയൊരു വീട് കിട്ടുന്നവരെ അവിടെ തന്നെ താമസിച്ചോളും പറഞ്ഞു. നന്നായി. ഇങ്ങതാ ഞാൻ കോരിത്തരാം. കഴിക്ക്. വിഷ്ണുവേട്ടൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. എന്റെ ഒരു സമാധാനത്തിന് ഞാൻ കഴിച്ചതാ. കഴിക്കും. വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മനഃപൂർവ്വം പറയാത്തതാ. ഇനി ആ സങ്കടം ഒരിക്കൽ കൂടി പറയാനോ കേൾക്കാനോ പറ്റാത്തൊരവസ്ഥയിലല്ലേ ഇപ്പൊ. ഞാൻ ഇവിടുന്ന് ചെന്ന് കയറുമ്പോ കണ്ട കാഴ്ച അതുപോലെയൊക്കെ തന്നെയായിരുന്നു. വീട്ടു സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടിട്ട് ചന്ദ്രബോസിന്റെയും കുട്ടിയുടെ അഴിഞ്ഞാട്ടായിരുന്നു അവിടെ. അവൻ അതൊരു ആഘോഷാക്കി മാറ്റുമായിരുന്നു. ഇത്രയും നാളൊരു രാജാവിനെയും രാജ്ഞിയും പോലെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന എന്റെ അച്ഛനും അമ്മയും ഒരു അഭയാർത്ഥികളെ പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ പോണെന്നറിയാതെ നിൽക്കുന്ന കാഴ്ച ഞാൻ എന്നെ കണ്ണോട് കണ്ടു. ഒരു ബിഗ് ഷോപ്പറിലെ ഒരു കണ്ണന്റെ പ്രതിമയും കയ്യിൽ വെച്ചിട്ട് നാടും വീടും മരിച്ചിരുന്ന എന്റെ അമ്മയാ. ആ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ അന്യായ ഒരു സ്ത്രീ പോലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്ങ കത്തിപ്പോയടോ. ഈ ഭൂമിയൊക്കെ കീഴ്മേ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഈ ജപ്തി എന്ന് പറയുന്ന ഈ കലവരോടെ ഉണ്ടല്ലോ, അത് മറികടക്കാനാവാതെ ചിലർ ആത്മഹത്യ ചെയ്യുന്നത് വെറുതെ ഒന്നല്ല, ചെയ്തു. അത്രയ്ക്ക് ഭീകരാത്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നേടിയതും സ്വരുക്കൂട്ടി വെച്ചതും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതാവും. തീർത്തും നമ്മൾ ഒറ്റപ്പെടും. ഇതെന്റേതാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞത് നമ്മുടെ മുന്നിലേക്ക് മറ്റൊരുത്ത കയറി വരും. പിന്നെ അതല്ല അവന്റെയാ. സ്വപ്നം കണ്ടവന് വേർപ്പൊഴിക്കാനൊക്കെ പണിക്ക് പുറത്ത്. ഒരുപാട് സമയം വേണ്ടി വന്നു എനിക്ക്. ഒരുപാട് ആ ശൂന്യായ അവസ്ഥ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. എങ്കിലും സംഭവിച്ചതൊന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലോ എന്നോർത്ത് ആശ്വസിക്കുക വേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ശാപവാക്കുകൾ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയി. നമ്മുടെ വിധി. അതിനെ തോൽപ്പിക്കാൻ നമ്മുടെ മഹാത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ.
സഹിക്കും. അതല്ലാതെ വേറെന്ത് പറയാനോ? വിഷ്ണുട്ടൻ കരയുന്നു. കല്ലൂരി പിടിച്ചു കഴിഞ്ഞു. പക്ഷെ തൻ്റെ അടുത്തൊന്ന് സങ്കടം പുറത്തു വന്നപ്പോഴേ പ്രേത കണ്ണെറിഞ്ഞു പോയി. ഇപ്പോഴും കണ്ണെന്ന് മായുന്നില്ലടോ. വീടിന്റെ മുറ്റത്ത് ഭഗവാന്മാരുടെ പടകളും ഭിക്ഷോപ്പറലായി നിൽക്കുന്ന എൻ്റെ അമ്മയുടെ രൂപം എന്റെ ചങ്കത്തിന് കഴിച്ചു. അതിപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുക. അറിയോ, അത് ഓർത്തപ്പോ ദേവരണം വിട്ടുപോയെന്ന് പറയുന്നത് ശരിയാ. എടോ, തനിക്കറിയാലോ, ആ വീട്ടുമുറ്റത്ത് നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി അതിനു മുമ്പ് കസാര വലിച്ചിട്ട് കാലുമേ കാല് കയറ്റി വെച്ച് നീതി നിയമവും നടപ്പാക്കിയിരുന്ന, പഞ്ചായത്ത് വിളിച്ചുകൂട്ടി വിധി പറഞ്ഞിരുന്ന സത്യമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അറിയോ, അത് മങ്ങാതെ മായാതെ നിൽക്കുമ്പോഴും ഒരു ബിഗ് ഷോപ്പറിലെ ഭഗവാന്മാരുടെ ചിത്രങ്ങൾ താങ്ങി ആ വീട്ടുമുറ്റത്ത് ഒരു അന്യയെ പോലെ നിൽക്കുന്ന എൻ്റെ അമ്മയെ കണ്ടപ്പോഴേ എനിക്കുണ്ടായ വേദനയേക്കാൾ എത്രയോ 10 മടങ്ങ് വേദനയുണ്ടോ എൻ്റെ അമ്മയ്ക്ക്. വിഷ്ണുട്ടൻ വിഷ്ണുട്ടൻ വിഷ്ണുട്ട, നമ്മുടെ ശത്രുക്കൾക്ക് തൽക്കാലത്തേക്ക് മാത്രമുള്ളൊരു വിജയമായത്. നമ്മളിത് തിരിച്ചു പിടിക്കും. നമ്മുടെ ഓരോ നഷ്ടത്തിനും നമ്മുടെ ശത്രുക്കളെ കൊണ്ട് കണക്ക് പറയിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ തിരിച്ചു വരുമെന്ന്. അപ്പോ നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യനും നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന നല്ല ദിനങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേ. ഇതെല്ലാം നമ്മൾ തിരിച്ചെടുക്കും, ഉറപ്പാ. നമുക്ക് അർഹതപ്പെട്ടതൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇനിയുള്ള ദിനങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാനും ഉടനെ ഇവിടെ നിറങ്ങും. വിഷ്ണുവേട്ടനും ജോലിയിലേക്ക് തിരിച്ചു കയറണം. തൽക്കാല വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ മുന്നിലേക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ പട നയിച്ചിറങ്ങും. ശാശ്വതമായ ധർമ്മ വിജയത്തിനു വേണ്ടി നമ്മളത് നേടുകയും ചെയ്യും. ഉറപ്പാ. അതെ, രണ്ടുപേരും മിടുക്കികളായിട്ട് ഈ ചോറ് മുഴുവൻ കഴിക്കണം കേട്ടോ. ഒരു ചോറ് പോലും ബാക്കി വെക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ തന്നെയാ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിക്കല്ലേ ശാരദാമ്മേ? പപ്പി പപ്പി ചോറ് താഴെ കളയാതെ കഴിക്ക്. ഇത്രയും വളർന്നില്ലേ, ഇനി ഇതൊക്കെ എപ്പ പഠിക്കാനാ? ദേ സത്യം കഴിക്കുന്ന കണ്ടില്ലേ? നീ എന്തിനാ ശ്യാമെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവളെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവള് കൊച്ചുകുട്ടിയല്ലേ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ 1 2 വറ്റൊക്കെ നിലത്ത് പോകും. ഓ, അതങ്ങ് തൂത്തുവാരി കളഞ്ഞാ പോരെ? അമ്മ നോക്കിക്കേ, അവള് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറ് താഴെ കിടക്കുക. പിന്നെങ്ങനെയാ ഞാൻ പറയാതിരിക്കുന്നേ? അതേ, പാത്രം ഇങ്ങനെ അടുപ്പിച്ചു വെച്ച് കഴിക്കുമ്പോ താഴെ പോവില്ല കേട്ടോ. ശാരദാമേ, ശാരദാമേ, കമലനാണോടാ?
അതെ, കമലിനാണ്. ഹ, ആ ഇങ്ങ് കേറി പോരെ. ദാ വന്നു. കേറി വാ. ആ ആഹാ, കറക്റ്റ് സമയത്താണല്ലോ. എന്നാ പിന്നെ കൈ കഴുകി ഞാനും കൂടി ഇരിക്കട്ടെ. നീ ഇരിക്കടാ. ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ചോറ് എന്തായാലും എപ്പോഴും എന്റെ അടുക്കളയിൽ കാണുമെന്ന് അറിയാലോ. ഞാൻ അല്പം മുമ്പാ ലേറ്റായിട്ട് ഒരു ബിരിയാണി കഴിച്ചത്. ആഹാ, ഇനി വീട്ടിൽ ചെന്ന് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞാലേ വിശപ്പാവൂ. ഇല്ലെങ്കിൽ ശാരദാമ്മ വെച്ച് നീട്ടുന്ന ഭക്ഷണം ഞാൻ കഴിക്കാതെ പോവില്ലല്ലോ. ആ, രണ്ടുപേരും നോക്കിയിരിക്കാതെ മുഴുവനും കഴിക്കേ, എന്നിട്ടേ കമൽ ഞങ്ങൾ പോകുന്നുള്ളൂ. കഴിച്ചോണ്ടിരിക്കല്ലേ ഞങ്ങളെ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് കമല വിശേഷം? പുതിയ വീട്ടിലെ താമസമൊക്കെ, വീടൊക്കെ ഇഷ്ടായോ സത്യമ്മയ്ക്കും അച്ഛനും ഒക്കെ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും അവിടെ ഇനി ജീവിക്കണം. കുറെ പ്രതാപത്തോടെ ജീവിച്ചതല്ലേ. ഇനിയിപ്പോ കുറച്ചു കാലം കുചേലിനെ പോലെ ജീവിക്കാനാണ് യോഗമെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ ഒക്കൂ. അപ്പൊ നിനക്ക് ചായയും വേണ്ട. എനിക്ക് ഒരു ഗ്ലാസ് കുടിവെള്ളം മാത്രം തന്നാ മതി. ഇനി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ. ഇനിയിപ്പോ അവിടെ എല്ലാം ഒന്നേന്ന് തുടങ്ങണം അല്ലേ കമല? ഒരല്ലലും ഇല്ലാതെ ജീവിച്ചവർക്ക് അതല്പം പാടാ. ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാ, പക്ഷെ പറഞ്ഞു പോവും. സത്യമ്മയുടെ സ്വഭാവം കാണുമ്പോ എന്റെ ആശാനും ഏടത്തേമ്മയും ഒരുപാട് സത്യമ്മ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട പല സന്ദർഭങ്ങളിലും മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി അവരെ തമ്മിൽ അകറ്റിയത് ഈ സത്യമല്ലേ. ആ വീട്ടിലെ സത്യമയ്ക്കല്ലാതെ മറ്റാർക്കാണ് അവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്? ബാക്കിയുള്ളവരെല്ലാം സത്യമ പറയുന്നത് കേട്ട് അവിടെ ജീവിച്ചു പോകുന്നവരാ. സത്യമയുടെ കൈകളിലായിരുന്നു ആ വീടും ആ പറമ്പും അവിടുത്തെ വരാഴുകയും എല്ലാം. എന്നിട്ടിപ്പോ എന്തായി? ഇരുട്ട് വെളുക്കും മുമ്പ് അതെല്ലാം കൈവിട്ടു പോയില്ലേ. ഞാൻ എപ്പോഴും എൻ്റെ ആശാനടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആശാൻ ഏട്ടത്തമ്മയ്ക്ക് ഒരു ദിവസം വരും, അന്ന് നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾക്കൊപ്പം സത്യമ ഉണ്ടാവുന്നു. ഏതാണ്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ സംഭവിച്ചു വരുന്നുണ്ട് അല്ലേ ശാരദാമ്മേ? വരുന്നുണ്ട്. പക്ഷെ സത്യമ്മ മാറില്ല കമല. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ പ്രതിസന്ധി വന്നാലും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. അവരുടെ ആ ശക്തി എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്വഭാവമാ. അത് മാറിയ പിന്നെ അവരെ ഒന്നിനും കൊള്ളൂല. കമല, ഇതിപ്പോ എവിടെയാ പുതിയ വീടെടുത്തിരിക്കുന്നത്? അല്ല, ഒന്ന് പോയി സത്യാമ്മയും അച്ഛനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എത്തിപ്പെടാൻ ഒരല്പം പാടാ. ലോറി മുതലാളി സുബേർക്കയുടെ പഴയ വീട് അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങുന്ന ദിവസം എന്നെ വിളിച്ചാൽ മതി, ഞാൻ വഴി പറഞ്ഞു തന്നോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ? കുറെ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്ന് ഇറങ്ങിയിട്ട്, അതുകൊണ്ട് കയറിയതാ. ശരി. ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ഈ മിഠായി കൂടെ അങ്ങ് കഴിക്കണം. ഹായ്. 1 ഇതാ പിടിച്ചോ. 2 ഇത് കമൽ ഞങ്ങളുടെ വക. താങ്ക്സ് അങ്കിൾ. എന്റെയും താങ്ക്സ്. ഉവ്വ, വരവ് വെച്ചിരിക്കുന്നോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒരു
രാത്രി നീ അവിടെ പോടാ? ഓട്ടോ ഉണ്ട് സാർ, കുറച്ച് ദൂരേക്കാ, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അല്ല കമലിനുണ്ടോടാ? ആ അവൻ വന്നോളും, അവനെ കൂപ്പില, അതാ ലേറ്റ് ആവുമെന്ന് പറഞ്ഞേ. കാടാണ്, നാടല്ല, സൂക്ഷിക്കണം. കൊറേ വണ്ടിക്കാരുണ്ടച്ചാ, എല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ ആ ഒരു മിനിറ്റ്. ആ അല്ലെങ്കിൽ അവൻ ആരാ? നമ്മുടെ മോനില്ലേ? നമ്മുടെ ചെലവിനുള്ള കാശ് അവൻ തരുന്നതേ. അത് തരാനുള്ള അവകാശം അവനും, അത് വാങ്ങി ചെലവാക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. അങ്ങനെയല്ലല്ലോ ഇത്രയും കാലം കഴിഞ്ഞത്. കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ കുടുംബമൊന്നും ഉണ്ടായിരുന്ന സമയത്തല്ലേ? അന്ന് നമ്മുടെ പറമ്പിൽ നിന്നുള്ള ആദായം മാത്രം മതിയായിരുന്നു നമ്മുടെ കുടുംബം കഴിഞ്ഞങ്ങോട്ട് പാൻ. ഇന്ന് അതാണോ സ്ഥിതി? വീടുണ്ടോ, പറമ്പുണ്ടോ, വരായി കൊല്ലം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളതേ ജീർണിച്ച് ഇപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുന്ന കാലഹരണപ്പെട്ട പുറമോടി ഒന്ന് മാത്രമാണ്. ഒന്നുമില്ലാത്തതേ പുറത്തറിയിക്കാതിരിക്കാൻ മുഖത്തെ വെട്ടി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മുഖം മൂടി. അതിന്റെ ബലത്തിലാ ഭാമയെ പണം വേണമെന്ന് പറയുന്നെങ്കിൽ ഒരു കാര്യം ഭാമ മനസ്സിലാക്കണം, നീ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. പണവേ അത് മഹാലക്ഷ്മിയാ ഭാമേ. അതിനെ നിന്ദിച്ചാ പിന്നെ അതിനെ കണി കാണാൻ കൊതിക്കും. രാഘവേട്ട, സത്യഭാമ പണം ഇന്നും ഇന്നലെ അല്ല കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് പണത്തോടുള്ള ആർത്തിയും എനിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള പണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് തീരുമ്പോ ഉണ്ടാക്കാനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓ അപ്പൊ എന്നെ ഒഴിവാക്കാണ്? എടാ, നിന്റെ കാശിന് ഇന്ന് അവകാശികളുണ്ട്. അതീ പങ്കുപറ്റാൻ ഈ സത്യഭാമയെ കിട്ടില്ല. സത്യഭാമ ചിലപ്പോ പട്ടിണി കിടക്കുമായിരിക്കും, എന്നാലും അന്തസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യില്ലടാ. ഇതേ അന്തസ്സല്ല, ഇത് അങ്ങേയറ്റത്തെ അഹംഭാവോ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നുള്ള തന്റെ ഇടം. നിങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മടിയാ, അത് തന്നെ. എന്റെ കാശിന് വിലയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ശരിക്കും ആരാ? ഞാൻ ഈ കൂപ്പിലും കാട്ടിലും പോയിട്ട് ഉറക്കൊടിച്ച് പണിയെടുക്കാൻ ആർക്ക് വേണ്ടിട്ടാ? എനിക്ക് നിങ്ങളെ മനസ്സിലാവണില്ല. നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കണതും എന്താണെന്നും എന്തിനാണെന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാമേ, ഭാമേ, നീ കാശ് വാങ്ങിച്ചേ. അതെ, അതവൻ മനസ്സറിഞ്ഞ് നിനക്ക് വച്ചു നീട്ടിയതാ. ഈ കാശ് നീ എത്ര നിഷേധിച്ചാലും ഒരിക്കൽ നീ അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വരും. 1 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയെടുക്കുന്ന ഒരു ദിവസം വരുമെന്ന് അന്ന് ഈശ്വരൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ ഇപ്പൊ കാണിക്കുന്നതിനെല്ലാം അന്നേ നീ പഠിക്കത്തുള്ളേ. അന്നേ നീ ഇതിനെല്ലാം പ്രായശ്ചിത്വം ചെയ്യൂ.